നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ്. ആധുനികവൽക്കരണത്തിനും യാത്രക്കാരുടെ സുരക്ഷ, മെച്ചപ്പെട്ട യാത്രാ സൗകര്യം എന്നിവ പരിഗണിച്ച നിരവധി മാറ്റങ്ങളാണ് റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്ന റിപ്പോർട്ടുകളാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി കൗണ്ടറിൽ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനിലെയും ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യാമെന്ന രീതി അധികം വൈകാതെ അവസാനിക്കുമെന്നാണ് സൂചന. ഇനി മുതൽ ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏത് ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കുംഭമേളയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേരാണ് മരിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ ടിക്കറ്റിന് സമയപരിധിയും ഉണ്ടാകും. ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകുമെന്നതാണ് നിയമം. എന്നാൽ പുതിയ നിയമം യാഥാർത്ഥ്യമാകുന്നതോടെ ഏത് ട്രെയിനിലാണോ പോകേണ്ടത് ആ ടിക്കറ്റിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും. യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യം വെച്ചുള്ള പുതിയ തീരുമാനം റെയിൽവേ അധികം വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാർക്ക് വേണ്ടി എപ്പോഴും പുതിയ പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്നവരാണ് ഇന്ത്യൻ റെയിൽവേ. അത്തരത്തിൽ കൊണ്ടുവന്ന ഒന്നായിരുന്നു UPI പേയ്മെന്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കാമെന്നുള്ളത്. രാജ്യത്തെ എല്ലാ ജനപ്രിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് UPI പേയ്മെന്റ് പ്ലാറ്റ്ഫോം വഴി ക്വിക്ക് റെസ്പോൺസ് ഉപയോഗിച്ച് ജനറൽ ടിക്കറ്റുകൾക്കായി പണം അടയ്ക്കാനുള്ള സംവിധാനം കഴിഞ്ഞ മാർച്ചിലാണ് റെയിൽവേ ഒരുക്കിയത്. UPI പേയ്മെന്റ് മോഡ് ഉപയോഗിച്ച് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ ജനറൽ ക്ലാസ് ട്രെയിൻ ബുക്കിംഗുകൾക്കായി പണം അടയ്ക്കാനും ഇത് യാത്രക്കാരുടെ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്തു. റെയിൽവേ നെറ്റ്വർക്കിൽ ഒരു ജനറൽ ട്രെയിൻ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്കിംഗിന് പണമായി നൽകാതെ ഗൂഗിൾ പേ പോലുള്ള QR അധിഷ്ഠിത UPI ആപ്പുകൾ ഉപയോഗിച്ച് ഡിജിറ്റലായി പണം അടയ്ക്കാനുള്ള ഓപ്ഷൻ വന്നതും ഇങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ റിസർവ് ചെയ്യാത്ത ടിക്കറ്റ് കൗണ്ടറുകളിൽ ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുമുണ്ട്. അതേസമയം 2027ഓടെ നിലവിലുള്ള ട്രെയിനുകളോട് ഏകദേശം 3000 ട്രെയിനുകൾ കൂട്ടിച്ചേർക്കുമെന്നാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് 2027 ഒരാൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കൺഫേം ആക്കാനുള്ള സംവിധാനവും ഒരുക്കും. ഇന്ത്യൻ റെയിൽവേ അതിന്റെ പാസഞ്ചർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ 10,186 നിന്ന് പ്രതിദിനം 10,747 ട്രെയിനുകളായി ഉയർത്തിയിരുന്നു. പ്രതിദിനം ട്രെയിൻ ഓപ്പറേഷൻ 1,30,000 ഉയർത്തുക എന്നതാണ് റെയിൽവേയുടെ ലക്ഷ്യം. വരും വർഷങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം 800 കോടിയിൽ നിന്ന് 10,000 കോടിയായി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. ട്രെയിനിന്റെ എഞ്ചിനിൽ വിജിലൻസ് കൺട്രോൾ ഡിവൈസും റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രൈവർ 1 മിനിറ്റ് നേരത്തേക്ക് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ ഉപകരണം പ്രവർത്തിക്കും. തുടർന്ന് 17 സെക്കൻഡിനുള്ളിൽ ഒരു ഓഡിയോ വിഷ്വൽ സിഗ്നലും ആരംഭിക്കും.